ഓനക്കൊരു റിലേഷൻ ഉണ്ടായിന്. അത് നമ്മൾ ഇതിനു മുമ്പ് ഇൻ്റർവ്യൂവിലൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഓനക്കൊരു റിലേഷൻ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ആ ഒരു റിലേഷനിൽ കാരണം ഓളെ ഫാമിലിക്ക് നമ്മൾ ഈ വീഡിയോ എടുത്ത് നടക്കണമെന്നും വലിയ താല്പര്യമല്ല. എല്ലാവരും ഇന്നെ കുറ്റപ്പെടുത്തണ്ട. ഇന്ന മാത്രമല്ല കേട്ടോ, ആ പെൺകുട്ടി പോലെ വീട്ടുകാരടക്കി എന്തൊക്കെ ചീത്തയാണെന്ന് പറയുന്നത് പറയാൻ പറ്റാത്ത ഡയലോഗ് കയ്യിൽ പറഞ്ഞത്. യൂട്യൂബിലെ ഫസൽ ഫാമിലി വ്ലോഗേഴ്സിന് പലർക്കും അറിയുന്നുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഒരു ഉമ്മയും വല്യമ്മയും 2 ആൺമക്കളും അടങ്ങുന്ന ഒരു കുടുംബമാണ് ഫസൽ ഫാമിലി വ്ലോഗേഴ്സിന്റെ. ഇവർ 4 പേരും തന്നെയാണ് വീഡിയോകളിലെല്ലാം ഉണ്ടാവാറുള്ളത്. ഉമ്മയും മക്കളും വല്യമ്മയും തമ്മിലുള്ള സ്നേഹവും പിണക്കവും ചെറിയ ചെറിയ തമാശകളും ഒക്കെയാണ് ഇവരുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇവർ പരസ്പരം തമ്മിലുള്ള ആ ബോണ്ടാണ് എല്ലാവരും ഇവരുടെ വീഡിയോകളിലേക്ക് ആകർഷിച്ചതെന്ന് തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ച് ഇവരുടെ വല്യമ്മക്ക് ഒരു പ്രത്യേക ഫാൻ ബേസ് തന്നെയുണ്ട്. ഈ വല്യമ്മമാർ എന്ന് പറയുമ്പോൾ തന്നെ ഒരു രസമാണല്ലോ. നമ്മുടെയൊക്കെ വല്യമ്മമാരെ തന്നെ ഓർത്താൽ മതി. ഇവര് വീട്ടിലുണ്ടെങ്കിൽ വേറെ തന്നെ ഒരു വൈബായിരിക്കും അല്ലെ. അപ്പൊ പിന്നെ സാധാരണക്കാരായിട്ടുള്ള ഒരു വല്യമ്മ യൂട്യൂബ് വീഡിയോകൾ അഭിനയിക്കുന്ന ഒന്ന് ആലോചിച്ച് നോക്കി, വൻ പൊളിയായിരിക്കും അല്ലെ. അപ്പൊ ഉമ്മാനെയും വല്യമാരെയും ഒക്കെ ഇങ്ങനെ യൂട്യൂബിൽ കൊണ്ടുവന്നതും വീഡിയോകൾ എടുക്കുന്നതും ചാനൽ കൊണ്ട് നടക്കുന്നതും ഒക്കെ ഫസൽ ഫാമിലിയിലെ 2 ആൺമക്കളായിട്ടുള്ള അനുവും മോനുട്ടനുമാണ്. ഇതിൽ മോനുട്ടനാണ് മൂത്ത പയ്യൻ, അനു ചെറുതാണ്. ഇവർ ഏട്ടനും അനുവും തമ്മിലുള്ള കോംബോയും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഹെയ്റ്റേഴ്സ് അധികം ഇല്ലാത്ത അപൂർവ ഫാമിലി വ്ലോഗേഴ്സിൽ ഒന്നാണ് ഇവരെന്ന് തന്നെ പറയാം. അങ്ങനെ ഇവർ ഒരുമിച്ച് വീഡിയോകളൊക്കെ ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ പെട്ടെന്നൊരു ദിവസം അനിയനായ അനുവിനെ വീഡിയോകളിലൊന്നും കാണാതെയായി. ഏകദേശം 1 മാസം മുമ്പാണത്. അതിനു മുമ്പുള്ളവരുടെ ഏത് വീഡിയോകൾ എടുത്താലും 4 പേരും ഒരുമിച്ചാണ് ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് തന്നെ തുടർച്ചയായ 1-2 വീഡിയോകളിൽ അനുവിനെ കാണാതായതോടെ ആളുകൾ അന്വേഷിക്കാൻ തുടങ്ങി. അനു എവിടെ പോയി? ഇവരാണെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിനൊന്നും പറയാതെയാണ് പോയത്. ഈ ഉമ്മയും വല്യമ്മയും മോനിട്ടനുമാണെങ്കിൽ അവരും അനു എവിടേക്കാണ് പോയത്, എന്താണ് സംഭവിച്ചതെന്നൊന്നും പറയാൻ തയ്യാറായില്ല. പിന്നെ അവർ ചെയ്യുന്ന വീഡിയോകളിലെല്ലാം അനു എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് തുരുതുര കമന്റുകൾ വരാൻ തുടങ്ങി. അതോടെ എന്താണ് സംഭവം എന്ന് പറഞ്ഞുകൊണ്ട് എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്യാമെന്ന് ഉമ്മയും മോനുട്ടനും വല്യമ്മയും അങ്ങ് തീരുമാനിച്ചു. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം അനിയൻ എവിടെ, ഇനി ഞങ്ങൾക്ക് പറയാതിരിക്കാൻ കഴിയില്ല എന്ന ടൈറ്റിൽ ഒരു വീഡിയോ ചെയ്യുന്നത്. അതിന് ചില ഭാഗങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഹലോ ഗായ്, അസ്സലാമലൈക്കും. ഹലോ ഗായ്. പിന്നെ ഞങ്ങളെ മകനെ കാര്യങ്ങൾ ചോദിക്കണുണ്ട്. ഞങ്ങൾ എന്താ പറയണമെന്ന് അറിയാം. ഒരു പണി അന്വേഷിച്ചിട്ട് പോയതാവാൻ അവനിപ്പോൾ എന്തോ ഒരു ഇതിൽ പെട്ടുക. അപ്പോൾ അത് കാരണം ഓരോ ബന്ധുക്കാർക്ക് അത് പറ്റൂല വീഡിയോ എടുക്കുന്ന കാര്യത്തിൽ. അപ്പോൾ മോണ്ടാണ് പറഞ്ഞു കൊടുത്താ മനസ്സിലാവണില്ല. എന്താ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഓനക്കൊരു റിലേഷൻ ഉണ്ടായിന്. അത് നമ്മൾ ഇതിനു മുമ്പ് ഇൻ്റർവ്യൂവിലൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഓനക്കൊരു റിലേഷൻ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ആ ഒരു റിലേഷനിൽ കാരണം ഓളെ ഫാമിലിക്ക് നമ്മൾ ഈ വീഡിയോ എടുത്ത് നടക്കണമെന്നും വലിയ താല്പര്യമല്ല. അതിപ്പോൾ ആരായാലും അങ്ങനെ തന്നെ ഇക്കാരം. വീഡിയോ എടുത്ത് നടന്നു കഴിഞ്ഞാൽ എന്ത് കിട്ടാനാ, ഇങ്ങനെ വീഡിയോ എടുത്ത് നടക്കണ ഒരു പണിയില്ലാതെ എന്നുള്ള മൈൻഡാണ് പോലെ പെരക്കാർക്ക്. അപ്പോൾ ഓനോട് പറഞ്ഞു, ഇജ് വീഡിയോസ് ഒന്നും എടുത്ത് നടക്കാതെ എന്തെങ്കിലും ഒരു പണിക്ക് പോകാൻ നോക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ ഈ നാട്ടിൽ ഓനക്ക് പണി അന്വേഷിച്ചാണ്. എന്നാൽ ആയിക്കോട്ടെ, നമ്മളിപ്പോൾ നടന്ന് ഓൻ്റെ ലൈഫും പാടെ ഇതാവേണ്ട ഇതിന് നമ്മൾ ഓനോട് പറഞ്ഞു, എന്നാൽ എന്തെങ്കിലും ചെറിയ പണിക്ക് കയറിക്കൊന്ന് ഇവിടെ നമ്മൾ പറഞ്ഞതാണ്. പക്ഷെ ഓനക്ക് ഇവിടെ പറ്റൂല. കാരണം റിട്ടേൺ നമ്മൾ ഈ പെരീക്കനോ വരേണ്ടിയാണ്. വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ റീൽസിലുണ്ടാകും, ചിലപ്പോൾ വീഡിയോസിലുണ്ടാവും, എല്ലാത്തിലുണ്ടാവും. അപ്പോൾ ഓനിക്ക് പണി എറണാകുളത്ത് കൊണ്ടൊരു കമ്പനിക്കാരൻ സെറ്റായി കൊടുത്തു. ഒരു വർക്ക്ഷോപ്പിലാണെന്നാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ഓൻ വർക്ക്ഷോപ്പിക്ക് വേണ്ടിയിട്ട് പോയി. അതായത് വീഡിയോസിൽ നിന്ന് ഓൻ മാറി നിൽക്കാന്ന് കരുതിയിട്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. സംഭവം മനസ്സിലായല്ലോ. അതായത് അനുവിന് ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണ്. പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അവരുടെ കുട്ടിയെ അനുവിന് കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ അവർ തയ്യാറാണ്. പക്ഷെ അവരുടെ ഏക ഡിമാൻഡ് എന്ന് പറയുന്നത് അനുവിന് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ജോലി വേണം, ഇൻകം വേണം. അതിപ്പോ ഏതൊരു പെൺകുട്ടിയുടെ മാതാപിതാക്കളാണെങ്കിലും അങ്ങനെ ചിന്തിക്കൂ. മര്യാദക്ക് കൊണ്ട് നടക്കുകയാണെങ്കിൽ യൂട്യൂബ് തന്നെ മതി. പക്ഷെ ഫാമിലി വ്ലോഗ് ഒക്കെ ആകുമ്പോൾ എപ്പോഴാണ് ആളുകൾക്ക് മടുത്തിട്ട് ഒഴിവാക്കി പോവാന്ന് പറയാൻ പറ്റൂല. ഒരു കാര്യത്ത് നല്ല വ്യൂസും ഫോളോവേഴ്സും ഒക്കെ ആയി വിരസിയിട്ട് പിന്നീട് ഒന്നുമല്ലാതായി പോയ ഇഷ്ടം പോലെ ഫാമിലി വ്ലോഗേഴ്സും യൂട്യൂബേഴ്സും നമുക്കിടയിലുണ്ടല്ലോ. പിന്നെ ചിലർക്ക് യൂട്യൂബിന്റെ സാധ്യതകളെ കുറിച്ച് അറിയില്ല. അവൻ വെറുതെ പണിക്ക് പോകാതെ വീഡിയോ എടുത്ത് നടക്കുകയാണ്. അവനക്കൊക്കെ എങ്ങനെയാണ് ഒരു പെൺകുട്ടിയെ കെട്ടിച്ചു കൊടുക്കുക എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. സക്സസ്ഫുൾ ആയ യൂട്യൂബേഴ്സിനെ വരെ ഇങ്ങനത്തെ അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. എന്തിന്, എനിക്ക് കല്യാണം ആലോചിച്ച സമയത്ത് വരെ 3ഓളം ആലോചനകൾ അങ്ങനെ മുടങ്ങി പോയിട്ടുണ്ട്, ഞാൻ യൂട്യൂബർ ആണെന്ന് പറഞ്ഞിട്ട്. എനിവേ, അപ്പൊ ഇവിടെ അനുവിനോട് പെൺകുട്ടിയുടെ വീട്ടുകാർ ഒരു ജോലിയൊക്കെ കണ്ടെത്തി സെറ്റിൽ ആവാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും അവരെ കുറ്റം പറയില്ല. എന്താണെന്ന് വെച്ചാൽ ഇവരുടെ വീഡിയോകൾ കണ്ടതിന് ശേഷം ഈ പെൺകുട്ടിക്കും വീട്ടുകാർക്കും എതിരെ ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. 1-2 കമന്റുകൾ ഞാൻ വായിച്ചുതരാം. ഈ ഉമ്മയുടെയും മകളുടെയും ജീവിതം ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല, ബട്ട് ഒരു പെണ്ണ് ഇന്നലെ വന്നതേ ഉള്ളൂ. അപ്പൊ തന്നെ ഇങ്ങനെ വാണിംഗ് കൊടുക്കാനുള്ള ഇതൊന്നും നിങ്ങൾക്കില്ല. അവർ ഇവരുടെ ലൈഫ് കൊണ്ടുപോയിരുന്ന പോലെ തന്നെ പോകണം. ഞാൻ ഈ എഴുതുന്നത് അവന് കാണുന്നുണ്ടെങ്കിൽ ഈ പെണ്ണിന് വേണ്ടി ഒരിക്കലും നമ്മുടെ അഭിമാനം അടിത്തറ വെക്കരുത്. നിന്നെയും നിന്റെ കുടുംബത്തെയും ഒത്തിരി ഇഷ്ടപ്പെടുന്നവരാണ് ഞങ്ങൾ എല്ലാവരും. ഇവരുടെ സന്തോഷം ഇല്ലാണ്ടാക്കിയിട്ട് ആ പെണ്ണ് ഈ
വീട്ടിൽ വന്നാൽ അവൾ കാരണം നിങ്ങളുടെ കുടുംബം ഒത്തിരി വിഷമത്താൽ നേരിടേണ്ടി വരും. അവരോട് പറ ഞങ്ങൾ ഇങ്ങനെയാണ്, അതിന്നും പറ്റുമെങ്കിൽ മതിയെന്ന്. കുടുംബത്തിന് സന്തോഷമാണോ വലുതെന്ന് നീ മനസ്സിലാക്കണം. അയ്യോ മോനൂട്ടി, ഈ അനുക്കുട്ടൻ എന്ത് പറ്റി? നിങ്ങളുടെ അച്ഛൻ ഇട്ടുപോയപ്പോൾ നോക്കി വളർത്തിയ ഉമ്മയും വല്യമ്മയും എങ്ങനെ ഇട്ടുപോയ ഒരു പെണ്ണിന് വേണ്ടി ഇവരെ ഉപേക്ഷിച്ചല്ലോ. ഇനി ആ പെണ്ണിനെ വീട്ടിൽ കൊണ്ടുവന്നാലും ശരിയാകില്ല. ഇനി വീട്ടുകാരുമായി ചേരില്ല. അത്രയും വലിയ വീട്ടുകാരാണെങ്കിൽ അവരെ വിട്ടുകളയും. വേറെ പെണ്ണിനെ കിട്ടാതെയാണോ ബന്ധങ്ങൾ കളഞ്ഞു പോകും മോനെ? ആ പെണ്ണ് വന്ന് കയറിയില്ല, അപ്പോഴേക്കും കുടുംബം കലക്കാൻ തുടങ്ങിയെങ്കിൽ ഇനി വന്ന് കയറിയാൽ എന്താകും? അതുകൊണ്ട് ഒരു പെണ്ണിന് വേണ്ടി വെറുതെ നമ്മുടെ ഫാമിലി ഇല്ലാതാക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതാണ് അവസ്ഥ. എക്സ്പ്ലനേഷൻ വീഡിയോയിൽ തന്നെ ഉമ്മ പറയുന്നുണ്ട്, അവന് ഫോൺ വിളിച്ചാൽ എടുക്കുന്നില്ല. ഒരു ദിവസം 12 തവണ വിളിച്ചിട്ട് പോലും എടുത്തില്ല. അതുപോലെ തന്നെ അവനെല്ലാം വിട്ടെറിഞ്ഞു പോയി എന്ന് വല്യമ്മ പറയുന്നുണ്ട്. ഇത്രയും ദിവസം ഒരുമിച്ച് വീഡിയോകൾ ചെയ്തിട്ട് പെട്ടെന്ന് ഒരു ദിവസം എല്ലാം എന്നെ ഏൽപ്പിച്ച് അവൻ പോയി. എന്നെ കൊണ്ട് എല്ലാം കൂടി കഴിയുന്നില്ല എന്ന് മോനൂട്ടനും പറയുന്നുണ്ട്. അതിനിടയിൽ ഉമ്മയും വല്യമ്മയും കൂടി കരയുന്നുണ്ട്. എന്തോ മകനെന്തോ അത്യാഹിതം സംഭവിച്ച പോലാണ് ഇവർ കരയുന്നത്. മകൻ ജോലി തേടി പോയതാണ്, അത്രേ ഉള്ളൂ. ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും ഇത്രയും ദിവസം അനു വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത്. അതിന്റെ വിഷമത്താൽ കരഞ്ഞതാകാനും മതി. എന്തായാലും ഇതെല്ലാം കാണുകയും കേൾക്കുകയും കൂടി ചെയ്തതോടെ ഇത് കണ്ട ആൾക്കാർ എന്ത് വിചാരിച്ചു? അനുവിന്റെ ഭാവി വധുവും വീട്ടുകാരുമാണ് എല്ലാത്തിനും കാരണമെന്ന്. അതാണ് നമ്മൾ നേരത്തെ വായിച്ച കമന്റുകളൊക്കെ ഉണ്ടാവാൻ കാരണം. അങ്ങനെ തനിക്കെതിരെയുള്ള സൈബർ അറ്റാക്ക് സഹിക്കാൻ കഴിയാതെ അനുവിന്റെ ഭാവി വധു എന്താക്കി അവരുടെ ഭാഗം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോക്ക് താഴെ ഒരു കമന്റ് ഇട്ടു. ഞാൻ ഒന്ന് വായിച്ചുതരാം. ഹായ്, ഇവർ ഈ പറഞ്ഞ പെണ്ണ് ഞാനാണ് കേട്ടോ. എന്റെ പൊന്നെ, എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, എന്റെ വീട്ടുകാർ വാശി പിടിച്ചതൊന്നുമല്ല. എനിക്ക് എന്റെ ഉമ്മ ഇല്ലാതെ എന്റെ ബാപ്പ ആണ് ഇത്രയും എന്നെ വളർത്തിയത്. അവർ ലവ് മാരേജ് ആയിരുന്നു, വീട്ടുകാർ സമ്മതിക്കാതെ കെട്ടിയത്. അപ്പൊ ആ ഒരു ഷോക്ക് എന്റെ ബാപ്പാക്ക് ഉണ്ട്. അതുകൊണ്ട് ബാപ്പ ലവ് മാരേജിനൊന്നും വേണ്ട, പിന്നെ നമുക്ക് ഓക്കെ ആണെങ്കിൽ കെട്ടാൻ എന്നാണ് എന്നോട് പറഞ്ഞത്. അവനോട് വീട്ടുകാർ ഒന്നേ പറഞ്ഞുള്ളൂ, സ്വന്തമായൊരു കാലിൽ നിൽക്കാണ്ട് ഒരു ജോലി വേണ്ട എന്നൊക്കെ. സോഷ്യൽ മീഡിയ എപ്പോഴും നിലനിൽക്കുന്നില്ലല്ലോ, അതുകൊണ്ടാണ് ബാപ്പ പറഞ്ഞു ഒരു ജോലി വീഡിയോ ഒന്നും നിർത്തണോ ഒന്നും പറഞ്ഞില്ല. ജോലി ഉണ്ടെങ്കിൽ അല്ല അതോ ഒരു പാരൻസ് ഹാപ്പി ആവും എന്ന് മാത്രമേ അതോ ഏതൊരു പാരൻസും ആഗ്രഹിച്ച പോലെ എൻ്റെ ബാപ്പവും ആഗ്രഹിച്ചത്. എല്ലാവർക്കും അറിയാലോ, എല്ലാവരുടെയും പാരൻസ് മക്കളെ നല്ല രീതിക്ക് കെട്ടിച്ചയക്കാനല്ല ആഗ്രഹിക്കുക. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് വളർന്നത്. ഉമ്മ ഇല്ലാതെ ഞാൻ ഈ ഫാമിലിനെ നല്ല പോലെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾ ഈ പറയുന്ന പോലെ ഞാൻ ആരെ കുടുംബം രണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. എല്ലാവരും പറയണ്ടല്ലോ ഇങ്ങനത്തെ റിലേഷൻ വേണ്ടാന്ന്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. അവനോട് ഞങ്ങൾ ഇപ്പൊ തന്നെ വേണമെന്ന് പറഞ്ഞ് വാശി കാണിച്ചല്ലേ. എനിക്ക് ഉമ്മയില്ല, എൻ്റെ സ്ഥാനത്ത് ഞാൻ ആണ് എൻ്റെ ഉമ്മാനെ നല്ല പോലെ സ്നേഹിക്കുന്നുണ്ട്. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ആ കുടുംബം ഒരിക്കലും ഉണ്ടാവില്ല, അത് ഇവർക്ക് അറിയില്ല. ഞാൻ ഇത്ര ഇവിടെ വന്ന് പറയാൻ കാരണം ഫുൾ എൻ്റെ ഫാമിലീനെ നെഗറ്റീവായി പറയുന്ന ഞാൻ രണ്ടാക്കിയെന്നൊക്കെ. ബട്ട് സത്യാവസ്ഥ ആർക്കും അറിയില്ല. എല്ലാവരും പറയുന്ന പോലെ റിലേഷൻ നിർത്താൻ ഇതൊരു ടോയ് അല്ലല്ലോ, ഒരു ഫീലിംഗ് ആണ്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി. ഇനി നിങ്ങൾ തന്നെ പറ, ഞാൻ ഈ പറഞ്ഞതിൽ കാര്യമുണ്ടോ ഇല്ലയോ എന്ന്. ആ പെൺകുട്ടി ആകെ സങ്കടത്തിലാണല്ലേ. സ്വാഭാവികം. ഇവരിങ്ങനെ ഒരു വീഡിയോ ചെയ്തതോടെ എല്ലാവരും വിചാരിച്ചു വെച്ചത് എല്ലാം ഈ പെൺകുട്ടിയും അവരുടെ വീട്ടുകാരും കാരണമാണെന്നാണ്. സത്യത്തിൽ ഇവർക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ട ആവശ്യം തന്നെ ഉണ്ടായിരുന്നില്ല എന്നാണ് എന്റെ അഭിപ്രായം. അനു ജോലി നോക്കി പോയതാണ്, അതുകൊണ്ട് അവൻ കുറച്ച് ദിവസത്തേക്ക് വീഡിയോകളൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഇതിപ്പോ ഒരുമാതിരി ആ പെൺകുട്ടിയുടെ വീട്ടുകാരെ വെറുതെ സൈബർ അറ്റാക്കിന് ഇട്ട് കൊടുത്ത പോലെയായി സംഭവം. ഇവർ അതിന് മാത്രം പെൺകുട്ടിയെയും വീട്ടുകാരെയും കുറിച്ചൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ ആളുകൾക്ക് ഇത്രയും മതിയല്ലോ, ബാക്കി അവർ ഊഹിച്ചുണ്ടാക്കും. ഇന്നലെ വന്ന പെണ്ണിന് വേണ്ടി അനു വീട്ടുകാർ ഉപേക്ഷിച്ചെന്ന് വരെ പറയാൻ തുടങ്ങി. പെണ്ണ് വന്ന് കയറിയില്ല, അതിനു മുമ്പേ വീട് നശിപ്പിച്ചു. ആ പെണ്ണിനെ ഒഴിവാക്കി. ഇങ്ങനെ എന്തെല്ലാം കമന്റുകളാണ് വരുന്നത്. എന്തായാലും ഇതെല്ലാം കണ്ട് അനു എന്താക്കി അവന്റെ ഭാഗം വിശദീകരിച്ചുകൊണ്ട് ഒരു വീഡിയോ അങ്ങ് ചെയ്തു. അനു സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ ഉപ്പയും ഉമ്മയും സ്നേഹിച്ചു കല്യാണം കഴിച്ചവരാണ്. പക്ഷെ അവർ പിന്നീട് ഡിവോഴ്സ് ആയി. അതോടെ ആ ഉപ്പാക്ക് മകൾ ലവ് മാരേജ് ചെയ്യാൻ പോകുന്നെന്ന് അറിഞ്ഞതോടെ പേടിയായി. പിന്നെ അവരുടെ കുടുംബം കുറച്ച് റിലീജിയസും കൂടിയാണ്. അപ്പൊ സ്വന്തം മകളുടെ ഭാവി ആലോചിച്ചിട്ടാണ് അവർ തന്നോട് നല്ല ജോലിയും കൂടെ നോക്കാൻ പറഞ്ഞത്. അതിന് അവരുടെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല. ഏതൊരു പാരന്റ്സും ചെയ്യുന്ന കാര്യങ്ങൾ അവരും ചെയ്തിട്ടുള്ളൂ. അവരെ വെറുതെ സൈബർ അറ്റാക്ക് ചെയ്യരുത് എന്നെല്ലാം അനു തന്റെ വീഡിയോകളിലൂടെ പറയുന്നുണ്ട്. വേറെയും ഒരുപാട് കാര്യങ്ങൾ അനു സംസാരിക്കുന്നുണ്ട്. അതിന് ചില ഭാഗങ്ങൾ നമുക്കൊന്ന് കേട്ടുനോക്കാം. പിന്നെ കുറെ ആൾക്കാർ പറയുന്നുണ്ട് ഞാൻ ഇവളെ പെരക്കാര് പറഞ്ഞിട്ടാണ്, അല്ലാതെ ഇവള് പറഞ്ഞിട്ടാണ് പണിക്ക് പോകണമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ആര് പറഞ്ഞിട്ടല്ലേ എനിക്ക് സ്വന്തമായിട്ട് ഒരു കാര്യം തോന്നി. കാരണം നിങ്ങളെ ജീവിതത്തിലാണ് ഇങ്ങനെ സംഭവിച്ചിരുന്നത്, നിങ്ങൾ എന്ത് ചെയ്യും? എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം അതാണ്. കാരണം പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇന്നെ മാത്രമല്ല കേട്ടോ, ആ പെൺകുട്ടി ഒരു കാര്യം അറിയാത്ത ആ പെൺകുട്ടിനെ പോലെ വീട്ടുകാരടക്കി എന്തൊക്കെ ചീത്തയാണെന്ന് പറയുന്നത്. പറയാൻ പറ്റാത്ത ഡയലോഗ് കയ്യിൽ പറഞ്ഞത്. നിങ്ങളെ കമന്റ് ബോക്സിൽ നോക്കി ഞങ്ങൾക്ക് അറിയാൻ പറ്റും. അത്രക്കും തെറിയാണ് പോലെ പെരക്കാരെ വിളിച്ചത്. എന്ത് കണ്ടിട്ടാണ് എന്നോട് അറിയേണ്ടത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിനെ ഒഴിവായിക്കൂടെ? ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്തിനും ഒഴിവാക്കണം? എന്തിനാ ആത്മാർത്ഥമായിട്ട് ഒരാളെ സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ എന്തിനും ഒഴിവാക്കണം? കാരണം ഒഴിവാക്കാൻ വേണ്ടിയില്ല എന്ത് പ്രശ്നം അവിടെ ഉണ്ടായിക്കണേ ആണ് ഈ കുറ്റപ്പെടുത്തുന്നത്. നിങ്ങൾ ആ കമന്റ് ബോക്സിൽ എടുത്ത് നോക്കി എന്തൊക്കെ രീതിയിലാണ് കുറ്റം പറയുന്നത്. സംഭവം മെയിനായിട്ട് ഉമ്മാന്റെ കരച്ചിൽ കണ്ടിട്ട് ആർക്കും സഹിച്ചിട്ടില്ല. ഇരിക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ കണ്ടപ്പോൾ കരഞ്ഞു പോയി. സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മ കരഞ്ഞ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ പോയി ഇങ്ങനത്തെ കേസിനൊന്നല്ല മമ്മി കരഞ്ഞത്. അതിൽ നിങ്ങൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട് എന്തിനാണ് അവർ കരഞ്ഞത്. അവർ കരഞ്ഞ കേസ് പിന്നെ വിട്ട് പിരിഞ്ഞിക്കണതിന്റെ സങ്കടം കൊണ്ട് മാത്രമാണ്. നിങ്ങൾ വേറൊരു കാര്യം കൂടിയും പറയുന്നുണ്ടല്ലോ, അതായത് ഓളെ വീട്ടിൽ കയറ്റാൻ കൊള്ളൂല, ഓളെ പെരക്കാരങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓളെ ഒഴിവായിക്കള. എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇവളിനോട് ഇപ്പോഴും പറയുന്ന കേസ് എന്തറിയോ? ഇവളിനോട് പറഞ്ഞിട്ടുള്ളൊരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെരക്കാരെ സ്നേഹിച്ചിട്ട് മതി ഇന്നെ സ്നേഹിക്കില്ലെന്നാ പറഞ്ഞത്. കാരണം പറയുമ്പോൾ ഇവളിപ്പോഴും പറയുന്ന കേസ് എന്താ, ഞാൻ മൂലം
പെരക്കാര് തമ്മിൽ തെറ്റരുത്, പെരക്കാര് തമ്മിൽ അടിയാവരുത് എന്ന് ഇവൾ ഇപ്പോഴും എന്നോട് പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ കമന്റ് ബോക്സിൽ നേരെ തിരിച്ചാണ് സംഭവിക്കണേ. അങ്ങനെ തിരിച്ച് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാർ നിങ്ങൾ തന്നെയെന്ന് ഞാൻ പറയൂ. നിങ്ങൾക്ക് ആ പെൺകുട്ടിയെയും ഫാമിലിയെയും ഇതിലേക്ക് വലിച്ചേക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു? സംഭവം നിങ്ങൾ കാര്യമെല്ലാം അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞതായിരിക്കും. പക്ഷെ അത് ഇങ്ങനെയല്ല പറയേണ്ടിയിരുന്നത്. അതിനിടയ്ക്ക് ഉമ്മയും വെല്ലുമയും ഒരുമിച്ച് കരയും കൂടി ചെയ്തതോടെ സംഭവം കൈവിട്ടു പോയി. ഇനിയിപ്പോ ഇതെല്ലാം നിങ്ങൾ എല്ലാവരും കൂടി പ്ലാൻ ചെയ്തതാണെന്ന സംശയം എനിക്ക് ഇല്ലാതില്ല. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം ഉണ്ടായാൽ റീച്ച് കുത്തനെ കൂടുമെന്ന് എല്ലാവർക്കും അറിയാലോ. ഈ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് ചെയ്ത ആദ്യ വീഡിയോ ആണ് ഇത്രയും കാര്യത്തിനിടയ്ക്ക് ഇവരുടെ ചാനൽ ഏറ്റവും റീച്ച് പോയിട്ടുള്ളത്. പണ്ട് മല്ലു ഫാമിലി ഭാര്യ ഒളിപ്പിച്ച് വെച്ച് ചെയ്തതും ഈ അടുത്ത് പ്രവീൺ പ്രണവ് ഫാമിലിയുടെ നാടകവും ഒക്കെ ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു. ഇവരും അങ്ങനെയാണ് ചെയ്തത് എന്നല്ലോ ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള ഒരു പ്രോബബിലിറ്റിയും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. പിന്നെ അനുവിനോട് എനിക്ക് പറയുള്ളത്, നിനക്ക് ആകെ 22 വയസ്സെങ്ങാനും ആയിട്ടുള്ളൂ. ഇപ്പോഴേ നിക്കാഹ് കല്യാണം എന്നൊക്കെ പറഞ്ഞ് നടക്കണ്ട. ആ പെൺകുട്ടിക്കും അധിക പ്രായമൊന്നും ആയിട്ടുണ്ടാവില്ലല്ലോ. അവളോട് പഠിത്തമൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആക്കാൻ പറ. നീയും വേണമെങ്കിൽ പഠിക്കാൻ പോയിക്കോ, ഇല്ലെങ്കിൽ ജോലിക്ക് പോയിക്കോ, കൂടെ യൂട്യൂബും കൊണ്ട് നടന്നോ. എന്നിട്ട് ആ വീട് പണിയൊക്കെ തീർത്ത് ഒരു 2-3 കൊല്ലം കൂടി കഴിഞ്ഞതിന് ശേഷം മനസ്സമാധാനത്തോടെ കല്യാണം കഴിച്ചു. അതായിരിക്കും നല്ലതെന്നാണ് എന്റെ അഭിപ്രായം. എന്തായാലും മനു വൈകാതെ തന്നെ നാട്ടിലേക്ക് തിരിച്ചു വരുമെന്നാണ് പറയുന്നത്. ഇനിയെങ്കിലും ഇങ്ങനെ പോകുമ്പോൾ ജസ്റ്റ് എല്ലാവരോടും കൂടി പറഞ്ഞിട്ട് പോകണമെന്ന് മാത്രമേ എനിക്ക് അനുവിനോട് പറയാനുള്ളൂ. ഇപ്പൊ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ നിങ്ങളായിട്ട് ഉണ്ടാക്കിയ പ്രശ്നങ്ങളാണ്. അതിന് വേറെ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഇനിയെങ്കിലും കാര്യങ്ങൾ കൂടുതൽ പക്വതയോടെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക. കൂടുതലൊന്നും ഞാനിവിടെ പറയുന്നില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നു. അടുത്ത ടോപ്പിക്കുമായി കാണാം.